മുഖാന്തരം മരണം, പാപത്തിന്റെ ശമ്പളം മരണം. റോമർക്കെഴുതിയ ലേഖനം 6:23 ദൈവത്തിന്റെ വരദാനമോ ദൈവത്തിന്റെ ദാനമോ പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ വരദാനമോ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന ക്രിസ്തു യേശുവിൽ നിത്യ ജീവൻ. നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് നിത്യജീവൻ തന്നവൻ. അപ്പോസ്തലർ 24:15, മത്തായി സുവിശേഷം 26:46, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 2-ാം വചനത്തിൽ, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 29-ാം വചനത്തിൽ, യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം 25 പ്രകാരം, റോമർക്കെഴുതിയ ലേഖനം 6:23 തൻ്റെ മരണത്തിൽ കൂടി ചെയ്ത നീയും ഞാനും ചെയ്ത അക്രമത്തിൽ നാം സഹിക്കേണ്ട മരണശിക്ഷ തൻ്റെ മരണത്തിൽ കൂടി അത് നിത്യ ജീവനായി എക്സ്ചേഞ്ച് ആക്കി കർത്താവ് നമുക്ക് തന്ന പകരക്കാരൻ. അവൻ നമ്മുടെ പകരക്കാരൻ. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ആമേൻ. എൻ്റെ മോൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ എല്ലാ കാര്യവും പപ്പ ആ ടീച്ചർ അങ്ങനെ പറഞ്ഞ്, ആ ടീച്ചർ ഇങ്ങനെ പറഞ്ഞ്, ആ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞ്, എല്ലാം ഒന്നും ഒഴിക്കാതെ എന്നോട് പറയും. പക്ഷെ അവൻ്റെ ശരീരത്തിൽ ഒരു മുറിവോ ഒരു രക്തമോ വന്നിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പറയത്തേ ഇല്ല, മറയ്ക്കും. പപ്പയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല. പപ്പയുടെ ശരീരത്തിൽ മുറിവ് കാണുമ്പോൾ പപ്പയ്ക്ക് സഹിക്കാൻ അവൻ മറയ്ക്കും, അത് ദോഷമായി തീരും. പക്ഷെ അർദ്ധരാത്രി എൻ്റെ ദൈവം എന്നെ ഉണർത്തും. നിൻ്റെ മോൻ്റെ ഈ ഭാഗം പിടിച്ചു നോക്ക്, നിൻ്റെ മോൻ്റെ ഈ ഭാഗത്തിൻ്റെ കൈവച്ച് നോക്ക്. ആ അർദ്ധരാത്രി അവനെ ഉണർത്തി ഞാൻ ഡെറ്റോളിടും, ക്രീം പുരട്ടി കൊടുക്കും. സഹോദരങ്ങളെ, നാം സുഭിക്ഷിച്ചിരുപ്പാൻ, നാം അഭിവൃദ്ധി പ്രാപിപ്പാൻ, നാം നിത്യ ജീവൻ പ്രാപിപ്പാൻ മരിക്കാൻ പോകുന്ന ജെറുസലേം അവൻ ദിവസം പ്രതി തൻ്റെ മനസ്സിൽ അവൻ ഉറപ്പിച്ച്. ആമേൻ. മരണമോ കല്ലറിയോ ഹർത്താലോ പ്രതികൂലമോ വരുന്നു എന്ന് അറിഞ്ഞാൽ നമ്മുടെ ഒരു രോമം പോലും അവിടെ കിട്ടത്തില്ല, നാം ഓടിക്കളയും. പക്ഷെ ഇവൻ്റെ യാത്ര ജെറുസലേം നോക്കിയായിരുന്നു. കാരണം പിതാവ് ഇവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. ഐസയ 53:5 വചനം ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ ക്രിസ്തുവിൻ്റെ മേലായി. ഇത് യേശുവിൻ്റെ ജനനത്തിനും ഏകദേശം 1 മില്യനും 1000 ആണ്ടുകൾക്ക് മുമ്പ് വലിയ പ്രവാചകൻ ഐസയ എഴുതി വയ്ക്കുന്ന യേശു ക്രിസ്തു എന്നുള്ള കാർപ്പൻ്ററുടെ മകൻ വരും. ദൈവപുത്രൻ തന്നെ ഒരു മനുഷ്യനായി വരും. സകല മനുഷ്യരുടെയും സമാധാനത്തിനായി ഉള്ള ശിക്ഷ അവൻ്റെ തോളിലാകും. ആമേൻ. പാപം അറിയാത്ത യേശു, പാപം ഇല്ലാത്ത യേശു, പാപം ചെയ്യാത്ത യേശു. ആമേൻ. പാപം ചെയ്യാത്ത യേശു, പാപം ഇല്ലാത്ത യേശു, പാപം അറിയാത്ത യേശു. 2 കൊരിന്ത്യർ 5:21, എബ്രായർക്കെഴുതിയ ലേഖനം 4:15, 1 യോഹന്നാൻ 3:5 പാപം ഇല്ലാത്തവൻ
പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, അവന് നമുക്ക് വേണ്ടി പിതാവാം ദൈവം പാപമാക്കി, ശാപമാക്കി, മരണമാക്കി. ആമേൻ. ഗലാത്യർ 3:13, 2 കൊരിന്ത്യർ 5:21, എബ്രായർക്ക് എഴുതിയ ലേഖനം 2:9, പാപം അറിയാത്തവന്, പാപം ചെയ്യാത്തവന്, പാപമില്ലാത്തവന്, നിന്റെയും എന്റെയും പകരക്കാരനായി പിതാവാം ദൈവം തൻ്റെ ഏകജാതന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പാപമാക്കി, ശാപമാക്കി, മരണം വരാക്കി നാം നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവനെ ക്രൂസിൽ കയറ്റി. ആമേൻ. പത്രോസ് ലീഹ എഴുതുന്നു 1 പത്രോസ് 2:24, തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്ന് അവന് പിതാവാം ദൈവം തൻ്റെ ഏകജാതന് ക്രൂസിൽ കയറ്റി. നീയും ഞാനും കയറി മരിക്കേണ്ട സ്ഥാനത്ത് അവൻ നമ്മുടെ അക്രമങ്ങളെ തോളിൽ ചുമന്ന് കയറി. ഐസ്യ 53:6 നാം എല്ലാവരുടെയും അകൃത്യം പിതാവാം ദൈവം യേശുവിൻ്റെ മേൽ ചുമത്തി. അവനാണ് നിന്റെ പകരക്കാരൻ. അവർ പറഞ്ഞ്, നമ്മുടെ പള്ളിയിൽ പറഞ്ഞ്, നമ്മുടെ ഉപ്പുപ്പായാണ് പറഞ്ഞത്, വേറെയും പല പകരക്കാരുണ്ട്. ബൈബിൾ എന്ത് പറയുന്നു മക്കളെ? വേദപുസ്തകം എന്ത് പറയുന്നു? ഏക പകരക്കാരൻ യേശു മാത്രം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ വീടുടൽ നമുക്കുണ്ട്. സാത്താനോട് എതിർത്തിടാം ദൈവജനമേ, ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. ഇനി തോൽവിയില്ല, ജയം നമുക്കവകാശമേ. യേശുവിൻ്റെ രക്തത്താൽ എടുക്കപ്പെട്ടതാം തൻ്റെ പ്രിയ ജനമേ, ഉണർന്നിടുക. തൻ്റെ വേലയെ തികച്ചു നാം ഒരുങ്ങുക. തൻ്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക. കാലമേറെയില്ലല്ലോ കാകളം നാം കെട്ടിടാം. കാലമേറെയില്ലല്ലോ കാകളം നാം കെട്ടിടാം. കാന്തന്മാരാ നാമും പോകാറാ. കാന്തന്മാരാ ടി 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 റബ്ബ ജനശാലദം ധനഡബ ടി 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 അഗ്നിമഴ 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 അഭിഷേകമഴ അഭിഷേകമഴ. Amen. Not even a single person in this crowd go back without the fullness of Holy Spirit. No. ഒരാൾ പോലും ആത്മ നിറവ് ഇന്ന് പ്രാപിക്കാതെ നീ മടങ്ങി പോകരുത്. ആമേൻ, 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 ആമേൻ. നന്ദി, നന്ദി, നന്ദി. ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായടെ നീക്കെത്ര ആനന്ദോ. ഓ
ഇന്നലേക്കാൾ ഇന്നു ഞാനൻ പ്രിയനാടിനോ ഏറ്റമടുത്തായതെനിക്കെത്ര ആനന്ദം എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ എൻ്റെ പ്രിയനെ ഒന്ന് കാണുവാൻ വാഴും രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയെ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ഏക പകരക്കാരൻ നീയും ഞാനും തകർക്കപ്പെട്ടു മരിക്കേണ്ട സ്ഥാനത്ത് അപ്പൻ ക്രിസ്തു യേശു തകർക്കപ്പെട്ട് മരിച്ചു. എപ്പോഴും തൻ്റെ മനസ്സ് അവൻ ഉറപ്പിച്ചത് ജെറുസലേമിലാണ്. രണ്ടാമത് 1 തിമോഥെയോസ് 2-ാം അധ്യായം 5-ാം വചനം. ദൈവം ഒരുവനല്ലോ പറയുക. ഇങ്ങനെ ഓടി നടക്കുന്ന ആളുകളുണ്ട്. കുരിശുമല, ഒറിജിനൽ എടുത്തുവ, കൊച്ചെടുത്തുവ, വേളാങ്കണ്ണി. നിന്നെ മുട്ടിട്ട് ഇളയുവാനല്ല ദൈവം കണ്ടിരിക്കുന്നത്, അവനെ തൊഴുവാൻ ദൈവം കണ്ടിരിക്കുന്നത്. പരിപാടിയും ഉടായ്പൊക്കെ വിട്ടു മതിയാക്കി ബൈബിൾ എന്ത് പറയുന്നു വായിച്ച് നിത്യത അന്വേഷിച്ചു കൊള്ളുക. ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ. ആരവൻ? എല്ലാവർക്കും വേണ്ടി മറുവിലയായി, രക്ഷിതാവായി, പാപം ചുമന്ന് തീർത്തവനായി, വീണ്ടെടുപ്പുകാരനായി, മറുവിലയായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു. അവനാണ് ഏകമധ്യസ്ഥൻ. യോബ് തൻ്റെ കഷ്ടതയുടെ നടുവിൽ ചോദിച്ചു, പ്രമാണം പഠിപ്പിക്കുന്നത് ദൈവത്തെ ആർക്കും കാണാൻ കഴിയുന്നില്ല എന്നാണല്ലോ. Where can I find my God? ഒരു മനുഷ്യൻ സഹിക്കുന്ന കഷ്ടതയല്ല. 10 മക്കളിൽ 1 2 വേണമെങ്കിൽ 9 പോയിരുന്നെങ്കിൽ 1 ഉണ്ടല്ലോ, ആശ്വസിക്കാം. വീട് പോയി മറുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട കോള് മറ്റൊരു വീടയും തൊടാതെ ഭക്തന്റെ വീടിനെ തകർത്ത് കളഞ്ഞ് എങ്ങനെ സഹിക്കും? അപ്പോഴാണ് യോബ് ചോദിക്കും, Where is my God? എന്നെ നീതിമാൻ, നിഷ്കളങ്കൻ, ദോഷമിട്ട് അകലുന്നവൻ, നേരായവനെന്ന് സാക്ഷി പറഞ്ഞ ആ ദൈവം ഇന്ന് എവിടെ? Where is my God? യോബ് 23:3. ഒരു മറുപടിയുമില്ല. കഷ്ടത, കണ്ണുനീർ, മക്കളില്ല, കടംഭാരം, ഏകാന്തത, വീടില്ല, കൂടില്ല, വസ്ത്രമില്ല. എന്തുകൊണ്ട്? മറുപടി കിട്ടുന്നില്ലേ? അതിൻ്റെ അർത്ഥം അവൻ നിന്നെ കൈയൊഴിഞ്ഞു എന്നല്ല, മറുപടി കിട്ടാത്തതും ഒരു മറുപടി തന്നെയാണ്. 11-ാം വയസ്സിൽ എൻ്റെ പപ്പ മരിച്ചു, മറുപടി തന്നില്ല. അതിൻ്റെ മറുപടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആമേൻ. കൂട് അനക്കും, നിന്റെ കൂട് അവൻ അനക്കും. നിന്നെ കൊല്ലാനല്ല, പറക്കാൻ പഠിപ്പിക്കാൻ. മറക്കരുത് ദൈവത്തെ. ഈ ദൈവത്തെ നീ മറക്കരുത്. യോബ് ചോദിക്കുന്നു, Where is my God? No. ദൈവത്തെ അവൻ കണ്ടില്ല, അവൻ്റെ കണ്ണുകൾ കണ്ടില്ല. അപ്പോൾ ചോദിച്ചു, If at all one
അമ്പയർ, അങ്ങനെയാണ് ഇംഗ്ലീഷ് ബൈബിൾ. ഓൺ മീഡിയേറ്റർ, ഒരു മധ്യസ്ഥൻ എനിക്ക് വേണം. എൻ്റെ തോളിൽ ഒരു കരം, ദൈവത്തിൻ്റെ തോളിൽ മറ്റൊരു കരം. ഇവനാർ? പക്ഷേ ഞങ്ങളുടെ നടുവിൽ നിൽപ്പാൻ യോബ് 9:33 യോബ് നിലവിളിക്കുന്ന, ഞങ്ങൾ തമ്മിലുള്ള കാര്യം പറഞ്ഞ് തീർത്ത് സെറ്റിലാക്കി എനിക്ക് ആശ്വാസം നൽകുവാൻ ഒരു മധ്യസ്ഥൻ എവിടെ? ആ നെടുവീർപ്പിൻ്റെ മറുപടിയാണ് ക്രിസ്തു യേശു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ വിസിറ്റടിച്ച് ഉമ്മ വയ്ക്കുവാൻ ദൈവം ഒരു ഫിഷ് മാർക്കറ്റല്ല, ഒരു ഫിഷ് മാർക്കറ്റല്ല. അവൻ ഭയങ്കരൻ, അവൻ ഭയങ്കരൻ. എൻ്റെ ദൈവം തീഷ്ണൻ, ഭയങ്കരൻ, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിൻ്റെ നിർമ്മിതാവ്, സദാ ജീവിച്ചിരിക്കുന്നവൻ, ഭയങ്കരൻ. ഒരു മധ്യസ്ഥനുമില്ല. യാക്കോബും അതാണ് ചോദിച്ചത്. അമ്മയുടെ സാരി തുമ്പ് യാക്കോബിൻ്റെ ആശ്രയം. ഒരു നാൾ കർത്താവ് അറുത്ത് വിട്ടു. അപ്പനുമില്ല, അമ്മയുമില്ല, അണ്ണനുമില്ല. സന്ധ്യാമയങ്ങുന്ന തൻ്റെ വീട് വിട്ട് തനിച്ച് ഉറങ്ങുന്ന ആദ്യ രാത്രി ഒരു കല്ല് തുണയായി തൻ്റെ തലയണയായി വെച്ച് ഉറങ്ങി. സഡൻലി ദ ബൈബിൾ സേസ് ഹി ട്രംപ്ഡ്. അവൻ സ്വർഗത്തിലെ ഒരു സ്വപ്നം കണ്ട് ഒരു ഏണി, ഒരു കോവണി, സ്വർഗത്തോളം എത്തി നിൽക്കുന്ന കോവണി. അതാണ് മധ്യസ്ഥൻ, അതാണ് മധ്യസ്ഥൻ. Jacob could not climb to the heaven all of his own power. There was a ladder reached the heaven. ഉൽപ്പത്തി 28:12 ഒരു കോവണി, സ്വർഗത്തോളം എത്തി നിൽക്കുന്ന കോവണി. ആരാണ്? യോഹന്നാൻ 14:6 യേശു പ്രസ്താവിച്ചല്ലോ, ഞാൻ മുഖാന്തിരം അല്ലാതെ ഒരുവനും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. ആ കോവണി ഞാനാണ്. വാ തുറക്കുന്നില്ല. ആ കോവണി എന്നുള്ള മധ്യസ്ഥൻ ഞാനാണ്. കോവണിയിലെ അനേക സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, നീ പ്രാപിച്ചെടുക്കേണ്ടത്. 2, നീ അനുസരിക്കേണ്ടത്. നീ പ്രാപിച്ചെടുക്കേണ്ടത്, നീ അനുസരിക്കേണ്ടത്. 3, നീ സഹിക്കേണ്ടത്. ഇങ്ങനെ അനേക സ്റ്റെപ്പുകൾ. സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ അനേക സ്റ്റെപ്പുകൾ. പ്രാപിച്ചെടുക്കേണ്ട വീണ്ടും ജനനം. സ്വഭാവം മാറണം കേട്ടോ. സ്വോത്രം പറഞ്ഞാൽ പോരാ. ഇത് വെറും ഒരു മിനിസ്ട്രി അല്ല. അലഞ്ഞ് നടന്ന് എവിടെ ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട് അവിടെയും കുത്തിയിരുന്ന് ചോറ് ഇവിടെ കൂറ് പലയിടത്തും. ഇവിടെ ഒരു സഹോദരൻ ബാലകൃഷ്ണൻ ഇവിടെ ഉണ്ട്. അദ്ദേഹം 60 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ബിസിനസ് മാൻ. ഒരു 8 ആണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹത്തിനൊരു അപകടം പറ്റി. അർദ്ധരാത്രി കാറ് ഭസ്മമായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ രോമത്തിനൊരു കേടും ഉണ്ടായില്ല. അത് സംഭവിച്ച 5 മിനിറ്റിൽ ദൈവാത്മാവിനെ തട്ടി ഉണർത്തി. ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു, ബാലകൃഷ്ണന് എന്ത് പറ്റി? അത് ബ്രദർ എങ്ങനെ അറിഞ്ഞ്? അയാൾ ഇപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടതേ ഉള്ളു, ആസ്പത്രിയിലാണ്. ഇതാണ് ഈ മിനിസ്ട്രി കേട്ടോ. പ്രസംഗിച്ച് വിടുകയല്ല, ഒരു ആത്മബന്ധം. നീ ശരിക്കും വിശ്വസ്തയായി നിന്നാൽ നിന്നെക്കുറിച്ച് രാത്രിയും പകലും ദൈവം എന്നോട് സംസാരിക്കും. ഇതാണ് മിനിസ്ട്രി. ഇവിടെ വരാൻ മാത്രം ഭയങ്കര ടയർഡ്. നിങ്ങളെല്ലാവരെക്കാളും എനിക്ക് ടയർഡ്നെസ് ഉണ്ട്. കാരണം ഞാൻ നോക്കുന്നത് 3 ജോലിയാണ്. ഒന്ന് ഗവൺമെൻറ് ജോലി, ഒന്ന് ശുശ്രൂഷ, ഒന്ന് മോൻ്റെ പുറകിൽ 24 മണിക്കൂർ.
നിന്നെക്കാട്ടിലും ക്ഷീണം എനിക്കുണ്ട്. ആമേൻ, ആമേൻ. ചോറ് ഇവിടെയും കൂറ് പലയിടത്തും വയ്ക്കരുത്, പൊടിഞ്ഞു പോകും. വിശ്വസ്തനായിരുന്നാൽ നീ ജീവിക്കും. വരാത്തവർക്കും നീ കൊണ്ടു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാപിക്കേണ്ടത് വീണ്ടും ജനനം. അനുസരിക്കേണ്ടത് സുവിശേഷം. സഹിക്കേണ്ടത് യേശുവിൻ നാമത്തിൽ കഷ്ടത. ഇതാണ് ഏണിയുടെ സ്റ്റെപ്പ്, കോവണിയുടെ സ്റ്റെപ്പ്, മധ്യസ്ഥന്റെ മർമ്മം. നിക്കോദേമോസിന്റെ മുഖം നോക്കി യേശു കർത്താവ് പറഞ്ഞ്, നീ വീണ്ടും ജനനം പ്രാപിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല. യോഹന്നാൻ 3:3. എന്താണ് വീണ്ടും ജനനം? വീണ്ടും ജനിച്ചവൻ 1 യോഹന്നാൻ 3:9 പാപം ചെയ്യുവാൻ കഴിയുകയില്ല. അതാണ് വീണ്ടും ജനനം. ഒന്ന്, വീണ്ടും ജനിച്ചവന്റെ ഉള്ളിൽ വിത്ത് വസിക്കും. വിത്ത്. ആമേൻ. വീണ്ടും ജനിച്ചവൻ അക്രമം ചെയ്യുകയില്ല. ഈ മക്കളെയും കൊണ്ടുവാ, ആരാധനയിൽ മക്കളെയും കൊണ്ടുവാ. ഇവൻ മക്കളെയും കൊണ്ട് എമ്പുരാൻ കാണാൻ പോയി. തമ്പുരാൻ വിടുമോ? തമ്പുരാൻ വിടുമോ? ഇപ്പം 3 എണ്ണമും 3 ആസ്പത്രി. ഞാൻ പ്രസംഗിക്കുന്നത് ഒരു സങ്കല്പ ദൈവമല്ല. ഭയപ്പെടണം. നീ ഭയപ്പെടണം. ദൈവത്തെ നീ ഭയപ്പെടണം. വീണ്ടും ജനിച്ചവൻ പാപം ചെയ്യുകയില്ല. വീണ്ടും ജനിച്ചവന്റെ ഉള്ളിലെ വിത്ത്. ഒന്നാമത്തെ വിത്ത് റോമർക്കെഴുതിയ ലേഖനം 8:11 വചനത്തിലെ പരിശുദ്ധാത്മാവ് എന്നുള്ള വിത്ത് നിന്റെ ഉള്ളിൽ വരുമ്പോൾ, യോഹന്നാൻ 16:8 പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഈ വിത്ത് എന്നുള്ള പരിശുദ്ധാത്മാവ് നിനക്ക് ബോധം വരുത്തും.